സദ്ഗുരു വരുന്നതിന് മുമ്പ് തന്നെ ഐ കുഡ് ഫീൽ ഹിസ് പ്രസൻസ്. സംതിങ് അറൗണ്ട് ദാറ്റ് സ്പേസ് സഡൻലി ചേഞ്ച്ഡ്. ഒരു വ്യക്തി വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വരുന്നത് ഫസ്റ്റ് ടൈം ഐ എം ഫീലിംഗ്. എങ്ങനെയാണ് ഈശോയിലേക്ക് എത്തിയത്? എല്ലാവരിലേക്കും അറ്റ്ലീസ്റ്റ് ഒരു തുള്ളി ആത്മീയതയെങ്കിലും എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. എനിക്കുള്ളിലൊരു കോൺഫിഡൻസും എനിക്കുള്ളിലൊരു സ്ഥിരതയും ബാലൻസ് ഓർ വാട്ട് എവർ യു കോൾ ഇറ്റ് അത് കൊണ്ടുവന്നത് ധ്യാനലിംഗമാണ്. സോ ധ്യാനലിംഗത്തിൽ അത്രയും സമയം സ്പെൻഡ് ചെയ്യുമ്പം ഹൗ ഇറ്റ് ട്രാൻസ്ഫോം എ ഹ്യൂമൻ ബീയിങ് ഈസ് വെരി വെരി ഡിഫറെൻറ്റ്. കാരണം ഞാനത് എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളതാണ്. സംതിങ് വെരി പ്ലസൻറ്റ് എക്സ്പീരിയൻസ്. ഇതിൽ വാക്കുകളോ യുക്തിയോ ഒന്നും ആവശ്യമില്ല. വെറുതെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ വാട്ട് ഹാസ് ടു ഹാപ്പൻ വിൽ ഹാപ്പൻ. ഇന്നർ എഞ്ചിനീയറിംഗ് എന്താണ്? സോ ആദിയോഗി എന്ന് പറയുന്നത് ഈശാ യോഗ സെൻറ്ററിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് മാത്രമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈശാ യോഗ സെൻറ്ററിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത്. ഇതിനെയാണ് ധ്യാനലിംഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഹിമാലയത്തിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഈശാ യോഗ സെൻറ്ററിൽ വന്നതുകൊണ്ടോ ലൈഫിൽ മാറ്റം വരണം എന്നില്ല. പക്ഷേ നമ്മളത് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്പിരിച്വൽ സെൻ്ററുകളിലൊന്നാണ് കോയമ്പത്തൂരിലെ ഇഷ യോഗ സെൻറ്റർ. ഇഷ യോഗ സെൻറ്ററിലെ സദ്ഗുരുവിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ യുവാക്കളും ഒട്ടനവധി ജനങ്ങളിലേക്കും ആ വാക്കുകൾ എത്തിയിട്ടുണ്ട്. ഒരുപാട് റീലുകളിലൂടെയൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമാണ് ഇഷ യോഗ സെൻറ്ററിൻ്റെ ഭാഗമായുള്ള ആദിയോഗി എന്ന പ്രതിമ. 112 അടി ഉയരമുള്ള പ്രതിമയാണത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുള്ള ഒരു പ്രതിമയാണത്. പക്ഷേ ആദിയോഗി പ്രതിമ മാത്രമല്ല ഇഷ യോഗ സെൻറ്ററിൻ്റെ ഭാഗമായുള്ളത്. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇഷ യോഗ സെൻറ്ററിൻ്റെതായി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധ്യാനലിംഗ, ലിംഗഭൈരവി തുടങ്ങിയ ക്ഷേത്രങ്ങളും ഇഷ യോഗ സെൻറ്ററിൻ്റെ ഭാഗമായുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് കേരളത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇഷ യോഗ സെൻറ്ററിലെ സ്വാമി പ്രജാകരയാണ്. അദ്ദേഹം കഴിഞ്ഞ 15 വർഷമായി ഇഷ യോഗ സെൻറ്ററിൻ്റെ ഭാഗമാണ്. സ്വാമിജി നമസ്കാരം. നമസ്കാരം. 15 വർഷമായി ഇഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അതിൽ 10 വർഷം കേരളത്തിലായിരുന്നു. ഇഷയിലേക്ക് എത്താനുള്ള ആ ഒരു തിരിച്ചറിവ് എങ്ങനെ വന്നു? എങ്ങനെയാണ് ഇഷയിലേക്ക് എത്തിയത്? സോ വളരെ ആക്സിഡൻ്റലായിട്ടാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്പിരിച്വാലിറ്റിയോ അല്ലെങ്കിൽ ആത്മീയതയെ തേടി നടന്നെത്തിയതൊന്നുമല്ല. ബേസിക്കലി ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ഞാൻ പഠിച്ചത് ലിറ്ററേച്ചറാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, BA ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. സോ നമ്മുടെ അവിടെ ഒരു തിരുവനന്തപുരത്തൊരു ലൈബ്രറി ഉണ്ട്, എല്ലൂർ ലൈബ്രറി എന്ന് പറയും. സോ ആ ലൈബ്രറിയിൽ സ്ഥിരം ഇങ്ങനെ പുസ്തകം വായിച്ച് ക്ലാസിക്സ് എല്ലാം വായിച്ച് കഴിഞ്ഞ് ഓപ്പോസിറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ റഷ്യൻ ലിറ്ററേച്ചർ, സ്പിരിച്വാലിറ്റി സെക്ഷനാണ്. ഈ റഷ്യൻ ലിറ്ററേച്ചറൊക്കെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്പിരിച്വാലിറ്റി സെക്ഷൻ ഉണ്ടാവും. സോ സ്പിരിച്വാലിറ്റി സെക്ഷനിൽ കുറേ വായിച്ചു. ജെ കൃഷ്ണമൂർത്തി, ഓഷോ, അങ്ങനെ പല ബുക്സുകൾ വായിച്ചു. ആൻഡ് പിന്നെ വന്നത് ഒരു സദ്ഗുരുവിൻ്റെ ഒരേ ഒരു പുസ്തകം കണ്ടു, മിസ്റ്റിക്സ് മ്യൂസിങ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമായിരുന്നു. ആ പുസ്തകം വായിച്ചപ്പോൾ സംതിങ് റെസനേറ്റഡ്, ആ ഒരു ഫീലിംഗ് വന്നു. എന്തോ സംതിങ് വാട്ട് സദ്ഗുരു ഈസ് സേയിങ് ഈസ് ഹിറ്റിംഗ് മീ, ആ ഒരു ഫീലിംഗ് വന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു പുസ്തകം വായിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് ആ ബുക്കിൽ ആശ്രമത്തിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് ധ്യാനലിംഗത്തിനെക്കുറിച്ചും ദേവി ടെമ്പിളിനെക്കുറിച്ചും ഇവിടുത്തെ ഒരു ആത്മീയതയെക്കുറിച്ച് സദ്ഗുരു വളരെ ആഴത്തിൽ പറയുന്നുണ്ടായിരുന്നു. അത് വായിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇവിടെ തിരുവനന്തപുരത്ത് വരുന്നുണ്ടെന്ന് വളരെ ആക്സിഡൻ്റലായിട്ട് അറിയാനിടയായി. അങ്ങനെ ആ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തു. 7 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞു. പിന്നെ നമ്മളിവിടെ വരണം എന്ന് പറഞ്ഞ് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഒരു പ്രോഗ്രാമിന് പോകുന്നത്. ആ പ്രോഗ്രാം നടക്കുന്നു. ആ പ്രോഗ്രാമിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര ഡീപ്പായിട്ട് വന്നതുകൊണ്ട് ആ ഒരു 7 days ഹൗ ഇറ്റ് ടച്ച്ഡ് മൈ ലൈഫ്, ട്രാൻസ്ഫോം മൈ ലൈഫ്, അത് പിന്നീട് കൂടുതൽ ആഴത്തിലായി പോയി. പിന്നെ പതുക്കെ ആശ്രമത്തിലേക്ക് അങ്ങനെ ഫുൾ ടൈമായിട്ട് വന്നു. ഒരു ഞൊടിയിടയിൽ നടക്കുന്ന ഒരു സ്റ്റെപ്പല്ല, പക്ഷെ പതുക്കെ അതങ്ങനെ നടന്നു. ഒരു വലിയൊരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ നടന്നത്. അതെ, അങ്ങനെ നടന്നത്. ഈ ഇന്നർ എൻജിനീയറിങ്ങിൽ അങ്ങ് പങ്കെടുത്തു. അപ്പോൾ ആദ്യമായിട്ട് പങ്കെടുത്ത സമയത്ത് ഉണ്ടായൊരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? ആ ഒരു സമയത്ത് ഇന്നർ എൻജിനീയറിങ് നടക്കുമ്പോൾ സദ്ഗുരു ആ ഒരു പുസ്തകം വായിച്ചതിൻ്റെ ആ ഒരു ഹാങ് ഓവർ എനിക്കുണ്ടായിരുന്നു. ഓക്കെ, സംതിങ് പ്രഷ്യസ് ഇസ് ദെയർ, ആ ഒരു ഫീലിംഗ്, ആ ഒരു ലോങ്ങിങ്ങോട് കൂടിയാണ് ഞാൻ തീർച്ചയായിട്ടും പോയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാനത് അറ്റൻഡ് ചെയ്തത് ഒരു സെർട്ടൺ ഓണസ്റ്റി അല്ലെങ്കിൽ ആ ഒരു ഏണിങ്ങോട് കൂടി, ആ ലോങ്ങിങ്ങോട് കൂടിയായിട്ടാണ് ആ
ആ പ്രോഗ്രാമിലൂടെ കടന്നുപോയത്. ആൻഡ് പ്രോഗ്രാമിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ലോങ്ങിങ്ങോടുകൂടി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്നും റിസീവ് ചെയ്യുന്നത് ഒരുപാട് അധികമായിരിക്കും. പക്ഷേ ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും എനിക്ക് അപ്പോൾ ഇല്ലായിരുന്നു. നൗ ഞാൻ പിറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഓക്കെ, ആ ഒരു 7 days ഞാൻ വളരെ തീവ്രതയോടു കൂടിയാണ് ആ പ്രോഗ്രാമിലൂടെ കടന്നുപോയത്. ആ ഒരു ആ കംപ്ലീറ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ കാരണമായിരിക്കാം സംവെയർ പ്രോഗ്രാം ടച്ച് മീ വെരി ഡീപ്ലി. അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, പ്രോഗ്രാം ചെയ്തുകൊണ്ട് എന്തോ ഒരു വലിയൊരു ബോംബ് വീണതുപോലെ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊന്നുമല്ല. പക്ഷേ ചെറിയ ചെറിയ രീതിയിൽ ഒരല്പം സട്ടിലായിട്ടുള്ള പല പല ഡിഫറൻസ്, ഞാൻ എങ്ങനെ ജീവിതത്തെ നോക്കിക്കാണുന്നു, ഹൗ യു പെർസീവ് ലൈഫ്, ആ ഒരു വീക്ഷണം ഭയങ്കരമായിട്ട് അങ്ങ് ചേഞ്ചായി ആ ഒരു 7 days ടൈമിൽ. ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, എസ്പെഷ്യലി ദോസ്തോയെവ്സ്കി അങ്ങനത്തെ പല പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ലൈഫിനൊരു സഫറിങ്ങിൻ്റെ ചുവയുണ്ടാവും. കാരണം പുസ്തകത്തിൽ നിന്നാണ് അതാണ് കിട്ടുന്നത്. സോ ലൈഫിൻ്റെ പശ്ചാത്തലം എപ്പോഴും ഒരു സഫറിങ് ആണ്, കഷ്ടപ്പാടാണെന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും ഉണ്ടായിരുന്നു. സഡൻലി ആ പെർസ്പെക്റ്റീവ് അങ്ങ് മാറി. ലൈഫ് ക്യാൻ ബി വെരി ബ്ലിസ്ഫുൾ, ലൈഫ് ക്യാൻ ബി വെരി സിമ്പിൾ ആൻഡ് ഇറ്റ് ക്യാൻ ബി വെരി ജോയ്ഫുൾ. ആ ഒരു ഫീലിംഗ് പെട്ടെന്ന് ആ 7 days പ്രോഗ്രാം കഴിഞ്ഞ് വന്നു. മുഖത്തൊരു പുഞ്ചിരി എപ്പോഴും വന്നു തുടങ്ങി. അത് പണ്ടുണ്ടായിരുന്നില്ല. ആ 7 days പ്രോഗ്രാമിന് മുമ്പ് അതില്ലായിരുന്നു. മൈ ഫേസ് ഹാഡ് സ്റ്റാർട്ടഡ് ബിക്കമിങ് വെരി ലോങ്. അങ്ങനെ ആയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് സ്മൈൽ സ്റ്റാർട്ടഡ് കമ്മിങ്. ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വായിച്ച് കുറച്ച് ട്രാജിക് ആയിട്ടുള്ള കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫേമസ് പുസ്തകങ്ങൾ. അപ്പോൾ അതൊക്കെ ആയിരിക്കും കൂടുതൽ ആ സമയത്ത് വായിച്ചിട്ടുണ്ടാവുക. അതോ ഭാരതീയമായിട്ടുള്ള പുസ്തകങ്ങൾ അതിനൊപ്പം തന്നെ വായിച്ചിരുന്നോ? യെസ്. മലയാളത്തിലെ ഒട്ടുമിക്ക പുസ്തകങ്ങളും വായിച്ചിരുന്നു. എം ടി വാസുദേവൻ നായരുടെ, ബഷീറിൻ്റെ പുസ്തകങ്ങൾ, OV വിജയൻ, അങ്ങനെ എല്ലാ ആ ഒരു കാലഘട്ടത്തിൻ്റെ കുറേ പുസ്തകങ്ങൾ വായിച്ചു. പിന്നെ പതുക്കെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയിട്ടാണ് അങ്ങനെ വന്നത്. ഈ ഇന്നർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് ഉടനെ തന്നെ വരികയായിരുന്നോ, അതോ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആയിരുന്നോ വന്നത്? സോ ഇന്നർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ തന്നെ നമുക്ക് അടുത്ത പടികൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് അടുത്ത പടി എടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലായിരുന്നില്ല. കാരണം ആശ്രമത്തിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അപ്പോൾ ഒരു ചെറിയൊരു മാറ്റം വന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് സദ്ഗുരുവിൻ്റെ ഒരു സത്സംഗം, ഒരു മഹാസത്സംഗം, ഒരു 4,000-5,000 പീപ്പിൾ, അത്രയും വി ഡോണ്ട് നോ എക്സാക്ട്ലി, എനിക്കിപ്പോൾ അത്ര ഓർമ്മയില്ല, നാഗർകോവിലൊരു സത്സംഗം നടക്കുന്നുണ്ടായിരുന്നു. ആ സത്സംഗത്തിന് ഞാൻ വോളണ്ടിയറായിട്ട് പോയി. സോ വോളണ്ടിയറായിട്ട് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആ ഒരു ടൈമിലാണ് ആദ്യമായിട്ട് സദ്ഗുരുവിനെ നേരിൽ കാണുന്നത്. അതായത് നേരിൽ കാണുക എന്ന് വെച്ചാൽ ദൂരേന്ന് കണ്ടു. അത് അത്രയോ ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്ന ഇടത്തിൽ ദൂരേന്ന് കാണാൻ പറ്റി. സോ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ സദ്ഗുരു ആ തമിഴിൽ എന്താണ് സംസാരിച്ചതെന്ന് എനിക്ക് ഒട്ടും ഓർമ്മ കൂടിയില്ല. പക്ഷേ ആ ഒരു പ്രോസസ്സ്, സദ്ഗുരു എന്തോ ഒരു പ്രോസസ്സ്, ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ കടന്നുപോയി. ആ സമയത്ത് കണ്ണടച്ച് വെറുതെ ഇരുന്നതേ ഉള്ളൂ. കാരണം സദ്ഗുരു പറയുന്ന തമിഴ് ആ സമയത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ വെറുതെ കണ്ണടച്ച് സദ്ഗുരു നിർദ്ദേശങ്ങൾ തരുന്നതെല്ലാം ചുമ്മാ കേട്ടുകൊണ്ടിരുന്നു. ആൻഡ് ആ കണ്ണടച്ചിരുന്ന ആ ടൈമിൽ തന്നെ എന്തോ ഒരു വ്യത്യാസം എനിക്ക് തോന്നി. ആ ഒരു വ്യത്യാസം എനിക്ക് കൂടുതൽ തീവ്രമായിട്ട് അനുഭവപ്പെട്ടത് പിന്നീട് ആശ്രമത്തിലൊരു 2 days പ്രോഗ്രാമിൻ്റെ പേര് എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല. 2 ദിവസം സദ്ഗുരുവിനോടൊത്തെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഈശ യോഗ സെൻറ്റർ ഇവിടെ കോയമ്പത്തൂരിൽ വെച്ച് നടന്നു. സോ ഞാനപ്പോൾ തിരുവനന്തപുരത്തായിരുന്നു. ഈ 2 ദിവസത്തിന് വേണ്ടി ഇവിടെ വന്നു. ആ പ്രോഗ്രാമിലൂടെ കടന്നു പോയപ്പോൾ അപ്പോഴാണ് ആദ്യമായിട്ട് സദ്ഗുരുവിനെ ഒരു അല്പം കൂടി അടുത്ത് കാണാൻ പറ്റിയത്. കാരണം അത്ര ഒരുപാട് ആളുകളില്ലായിരുന്നു. ഒരു 1,500 പീപ്പിൾ ഉണ്ടാവും. ഇവിടെ സ്പന്ദ ഹാൾ എന്ന് പറഞ്ഞൊരു ഹാളുണ്ട്, അവിടെ വെച്ചാണ് പ്രോഗ്രാം നടന്നത്. സോ ഞാൻ എന്തുകൊണ്ട് ഒരല്പം കൂടി തീവ്രമായിട്ട് അല്ലെങ്കിൽ ആഴത്തിൽ അനുഭവിച്ചു എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, സോ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്, സദ്ഗുരു വരുന്നത്, എല്ലാവരും സത്സംഗത്തിന് വേണ്ടി എല്ലാവരും ഇരിക്കുകയാണ്, പാർട്ടിസിപ്പൻസ് എല്ലാവരും ഉണ്ട്, ഒരു 1,500 പീപ്പിൾ. സദ്ഗുരു വരുന്നത് കേൾക്കാം, കാരണം കാറിലാണ് വരുന്നത്, ഹാളിൻ്റെ സൈഡിലാണ് കാർ പോർച്ച്. സോ കാറിൽ വരുന്നത് കേട്ടു, സദ്ഗുരു ഇറങ്ങുന്നത് അറിയാം. ആൻഡ് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സദ്ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സദ്ഗുരു വരുന്നതിന് മുമ്പ് തന്നെ ഐ കുഡ് ഫീൽ ഹിസ് പ്രസൻസ്. സംതിങ് അറൗണ്ട് ദാറ്റ് സ്പേസ് സഡൻലി ചേഞ്ച്ഡ്. എന്താണെന്നറിയില്ല, ഒരു കൈൻഡ് ഓഫ് പ്രസൻസ് അല്ലെങ്കിൽ ഒരു ഊർജ്ജം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വ്യക്തി വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വരുന്നത് ഫസ്റ്റ് ടൈം ഐ എം ഫീലിംഗ്. സഡൻലി ഇറ്റ് ഷുക്ക് മീ. ആൻഡ് ദെൻ സദ്ഗുരു കെയിം ഇൻ ടു ദ സ്പന്ദ ഹാൾ. ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആരോ ഒരാളെ കണ്ട ഒരു ഫീലിംഗ്. ആൻഡ് ദർ വാസ് എ സർട്ടൻ ലോങ്ങിങ്. ഇവിടെ തന്നെ ആയിരിക്കണം, ഈ സ്പേസിൽ കൂടുതൽ സമയം ചിലവഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം അപ്പോൾ വന്നു.
സോ ദീസ് 2 ഇൻസിഡൻസ് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ചുവട് എടുക്കാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹം കൂടി. അതൊരു മാറ്റം ഉണ്ടാക്കാനുള്ള യഥാർത്ഥ മാറ്റത്തിലേക്കുള്ളൊരു വഴിത്തിരിവായിരുന്നു അത്. അതെ. കേരളത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട്. എന്തൊക്കെയാണ് ഈശയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ? സോ ഈശയ്ക്ക് സദ്ഗുരുവിൻ്റെ ഒരു വിഷൻ നോക്കുകയാണെങ്കിൽ എല്ലാവരിലേക്കും അറ്റ്ലീസ്റ്റ് ഒരു തുള്ളി ആത്മീയതയെങ്കിലും എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇതാണ് വിഷനെങ്കിലും ഒരുപാട് സാമൂഹിക സോഷ്യൽ ഔട്ട്റീച്ച് പ്രോജക്ട്സ്, ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. മോസ്റ്റ്ലി എല്ലാം തമിഴ്നാട് ബേസ്ഡ് ആണ്. ഈ സോഷ്യൽ ഔട്ട്റീച്ച് പ്രോജക്ട്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈവൻ മരം നടുന്നതായാലും അല്ലെങ്കിൽ കാവേരി കോളിംഗ് പ്രോജക്റ്റ്, ഫാമേഴ്സിൻ്റെ വെൽബീയിങ്ങിനായിട്ടുള്ള പല പല പ്രോജക്ട്സ്, വിദ്യാഭ്യാസം, ഈ എല്ലാ പ്രോജക്ട്സും നടക്കുന്നത് തമിഴ്നാട് ബേസ്ഡ് ആയിട്ടാണ്. സോ ഞാനിവിടെ 2010 ഫുൾ ടൈമായിട്ട് വന്നതാണ്. ആൻഡ് 2015 വരെ ഞാൻ ആശ്രമത്തിൽ ഫുൾ ടൈമായിട്ട് തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇത് കൂടുതൽ ആളുകളിലേക്ക്, എന്താണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് എത്തിക്കാനുള്ള ആ ഒരു എംപവർമെൻറ്റ് എനിക്കില്ലായിരുന്നു. 2010 വന്നിട്ട് 5 ഇയേഴ്സിൽ ഐ വെൻറ്റ് ത്രൂ ടീച്ചേഴ്സ് ട്രെയിനിങ്. ഇവിടെ ഇന്നർ എഞ്ചിനീയറിംഗ് ആളുകളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകാനുള്ളൊരു അവസരം ഉണ്ടായി. ആ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഇത് കേരളത്തിലെ എല്ലാവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം വളരെ തീവ്രമായി വന്നു തുടങ്ങി. പിന്നെ സദ്ഗുരുവിനോട് ചോദിച്ചു, ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, കേരളത്തിലോട്ട് എത്തിക്കാനുള്ളത് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സദ്ഗുരു ഓൾസോ ഗേവ് എ ഗോ ഹെഡ്. സോ അങ്ങനെ കേരളത്തിൽ പ്രോഗ്രാംസ്, ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് കൂടുതൽ നമ്മൾ ചെയ്തു തുടങ്ങി. ആ 2015 മുതലുള്ള സമയത്തിലാണ് നമ്മൾ പ്രോഗ്രാംസ് ആക്ച്വലി കേരളത്തിൽ കൂടുതലായിട്ട് എത്തിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് വരെ പാലക്കാടും തിരുവനന്തപുരത്തും ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രോഗ്രാം നടക്കും. പിന്നെ സത്സംഗ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പേരുണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഒരുപാട് വോളണ്ടിയേഴ്സ് നമ്മുടെ കൂടെ കൂടി ഇന്നർ എഞ്ചിനീയറിംഗ് ചെയ്യാൻ ഒരു മലയാളിയും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ വോളണ്ടിയേഴ്സ് ഒരുപാട് വന്നു തുടങ്ങി. സോ അങ്ങനെ നമുക്ക് തിരുവനന്തപുരത്തും പാലക്കാട് മാത്രമായിരുന്നത് പിന്നെ കൊച്ചിയിൽ വന്നു. പിന്നെ അവിടെ നിന്ന് തൃശ്ശൂരും കണ്ണൂരും കോട്ടയവും പോയി, പിന്നെ കൊല്ലം, ഇപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മെയിൻ ടൗൺസിലും നമ്മൾ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എല്ലാ ജില്ലകളിലും സെൻറ്റർ ഉണ്ടോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രോഗ്രാം? നമ്മൾ നോക്കുന്ന ഒരു ഫിസിക്കലായിട്ടുള്ളൊരു സെൻറ്ററിനെ കുറിച്ചല്ല, നമ്മൾ ബിൽഡിംഗ് ആ ഒരു കോൺസെപ്റ്റ് അല്ല. നമ്മൾ ആശ്രമം എന്ന് പറയുമ്പോൾ ഇവിടെ ഈശ യോഗ സെൻറ്റർ കോയമ്പത്തൂരുണ്ട്, സദ്ഗുരു സന്നിധി ബാംഗ്ലൂരുണ്ട്. പക്ഷേ അതൊരു പ്രതിഷ്ഠ ചെയ്യപ്പെട്ട സ്ഥലമാണ്. ഒരു കോൺസെക്രേറ്റഡ് സ്പേസിനെയാണ് നമ്മൾ ആശ്രമമായിട്ടുള്ള നമ്മൾ ഒരു സെൻറ്ററായിട്ട് കണക്കാക്കുന്നത്. വെളിയിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു കോൺസെക്രേറ്റഡ് സ്പേസ് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ കൂടുതൽ നോക്കുന്നത് ഒരു ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം, ആ 7 days വർക്ക്ഷോപ്പ് നമ്മൾ എങ്ങനെ ആളുകളിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കുക. സോ നമ്മളതിനൊരു റൂം വാടകയ്ക്ക് എടുക്കും, ഏതെങ്കിലും ഒരു ഹാൾ വാടകയ്ക്ക് എടുക്കും, 7 days പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും. മോസ്റ്റ്ലി സെയിം ഹാളിൽ തന്നെ. പിന്നെ നമുക്ക് ഫോളോ അപ്പ് സെഷൻസും അങ്ങനെ എല്ലാം ഉണ്ടാവും. നമുക്ക് ഹാളുള്ളത് തിരുവനന്തപുരത്ത് നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഹാളുണ്ട്. ഒരു ആശ്രമം പോലെയല്ല, പക്ഷേ ഒരു ഹാളുണ്ട് വെയർ വി കണ്ടക്ട് പ്രോഗ്രാംസ് റെഗുലർലി. പാലക്കാടുണ്ട്, ഇപ്പോൾ ആലപ്പുഴയിലൊരു ഹാൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാ സ്ഥലത്തും ഒരു ഹാൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സപ്പോർട്ട് ആൻഡ് വേരിയസ് അതർ തിങ്സ്. പൊതുവേ ഈ ഈശാസനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും കേൾക്കുന്നതും കാണുന്നതും ആദിയോഗി ആ പ്രതിമ വന്നതിന് ശേഷമാണ്. ഞാൻ ഉൾപ്പെടെ കൂടുതൽ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. സദ്ഗുരുവിൻ്റെ യൂട്യൂബ് വഴിയുള്ള വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ തന്നെ. പക്ഷേ എല്ലാവരും ഇപ്പോഴും ആദിയോഗി എന്നുള്ള ആ ഒരു പ്രതിമയിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെയാകുന്നത്? കുറച്ചുകൂടെ ഇതിൻ്റെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ സോ അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ 2010 മുതൽ 2015 വരെ ഞാൻ മോസ്റ്റ്ലി ആശ്രമത്തിൽ തന്നെയായിരുന്നു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. ആൻഡ് ആ ഒരു ടൈമിൽ സി ഹൗ ഐ വാസ് ബിഫോർ ദാറ്റ്, നോട്ട് ഇൻ ടേംസ് ഓഫ് എൻ്റെ ആന്തരികതയെക്കുറിച്ചല്ല, ബട്ട് ഹൗ ഐ ടോക്ക് ടു പീപ്പിൾ, ആളുകളെ അഭിമുഖീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്രൗഡിനോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതും എനിക്ക് കഴിവുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ അതിലൊരു മാറ്റം കൊണ്ടുവന്നത് എനിക്കുള്ളിലൊരു കോൺഫിഡൻസും എനിക്കുള്ളിലൊരു സ്ഥിരതയും ബാലൻസ് ഓർ വാട്ട് എവർ യു കോൾ ഇറ്റ്, അത് കൊണ്ടുവന്നത് ധ്യാനലിംഗമാണ്. ഐ യൂസ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ധ്യാനലിംഗ. നമ്മളിവിടെ റെസിഡൻസൊക്കെ ആകുമ്പം
ബ്രഹ്മചാരീസൊക്കെ ആകുമ്പം വി സ്പെൻഡ് എ ലോട്ട് മോർ ടൈം ഇൻ ധ്യാനലിംഗ. സോ ധ്യാനലിംഗത്തിൽ അത്രയും സമയം സ്പെൻഡ് ചെയ്യുമ്പം ഹൗ ഇറ്റ് ട്രാൻസ്ഫോം എ ഹ്യൂമൻ ബീയിങ് ഈസ് വെരി വെരി ഡിഫറെൻറ്റ്. കാരണം ഞാനത് എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ധ്യാനലിംഗത്തിൽ എപ്പോഴാണ് ഉള്ളിലോട്ട് പോകുമ്പോൾ ഞാൻ എങ്ങനെയാണോ ഞാൻ വെളിയിലേക്കൊരു 1-1.5 മണിക്കൂർ അവിടെ ധ്യാനിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഹൗ ഐ ആം ഇസ് വെരി വെരി ഡിഫറെൻറ്റ്, വെരി വെരി ഡിഫറെൻറ്റ്. I have especially experienced it many times that കൂടുതൽ സമയം ഞാൻ എപ്പോഴാണോ ധ്യാനലിംഗത്തിൽ സ്പെൻഡ് ചെയ്യുന്നത്, ചിലപ്പോൾ ഒരു ദിവസമൊക്കെ നമ്മൾ സാധനയിലിരിക്കുന്ന സമയത്ത്, ബ്രഹ്മചാരീസ് ഇവിടെ ഉള്ളവരെല്ലാം സാധന ടൈമുണ്ട്. ഒരു വർഷത്തിൽ ഒരു 30 ഡേയ്സോ അല്ലെങ്കിൽ ഒരു 15 ഡേയ്സെങ്കിലും നമ്മൾ ഫുൾ ടൈം സാധന ഫോക്കസ് ചെയ്ത് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ആ സാധന സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ ഒരു വൈകുന്നേരമൊക്കെ ഞാൻ ധ്യാനലിംഗത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഐ ഫീൽ സോ ജോയ്ഫുൾ. അതിനെ ജോയ് എന്ന് വിളിക്കാമോ എന്നറിയില്ല, ഒരു എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസിനെ only thing is you want to hold it. അത് മിസ്സാകരുതെന്നൊരാഗ്രഹം, അത് അങ്ങനെ തന്നെ പിടിച്ചു വയ്ക്കണം എന്നുള്ളൊരാഗ്രഹം. അതിനെ എന്ത് വേർഡിട്ട് വിളിക്കണമെന്ന് നമുക്കറിയില്ല, ബട്ട് സംതിങ് വെരി പ്ലസൻറ്റ് എക്സ്പീരിയൻസ്. സോ ഈ പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം ധ്യാനലിംഗത്തിലോട്ട് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ടൂളാണ്, ഇൻസ്ട്രുമെൻ്റാണെന്ന് അറിയാം. കാരണം ഇതിൽ വാക്കുകളോ യുക്തിയോ ഒന്നും ആവശ്യമില്ല. വെറുതെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ വാട്ട് ഹാസ് ടു ഹാപ്പൻ വിൽ ഹാപ്പൻ. ധ്യാനലിംഗം ചെയ്തോളും. യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്. ദാറ്റ് ഈസ് ഹൗ ദ പവർ ഓഫ് ദ സ്പേസസ്. പക്ഷേ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇതിൽ വാക്കുകളോ യുക്തിയോ ഒന്നുമില്ല. വെറുതെ വന്ന് ഇരിക്കേണ്ട ആവശ്യമുള്ളൂ. വെറുതെ ഇരിക്കേണ്ട ഒരു കാര്യമാകുമ്പോൾ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ദിസ് ഈസ് വെയർ ഐ സീ ആദിയോഗി ആസ് എ ഹ്യൂജ് ഒരു ടേണിംഗ് പോയിൻറ്റ്. കാരണം ഒരു ധ്യാനലിംഗം എന്നുള്ളൊരു സ്പേസിലേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് മുന്നിൽ ഒരു അല്പം കൂടി ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം വേണം. വെറുതെ ധ്യാനലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ധ്യാനലിംഗം എന്താ ഇവിടെ ചെയ്യേണ്ടത്, കണ്ണടച്ചിരിക്കണം, പോകണം, അത്രയേ ഉള്ളൂ. 5 മിനിറ്റ് ഇരിക്കും, അവർ പോകും. പക്ഷേ അതല്ലല്ലോ, യു നീഡ് ടു സ്പെൻഡ് ഇനഫ് ടൈം ഇൻ ധ്യാനലിംഗം. അപ്പോൾ മാത്രമേ ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് വരികയുള്ളൂ. അതിന് ആദിയോഗി ഹാസ് ബീൻ എ ടേണിംഗ് പോയിൻറ്റ് ഫോർ ഷുവർ. കൂടുതൽ ആളുകൾ അത് അട്രാക്റ്റ് ചെയ്തു. എല്ലാവരും ധ്യാനലിംഗത്തിലേക്ക് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ ഒരു ബിഗർ പേഴ്സൻറ്റേജ് ആശ്രമത്തിനുള്ളിലേക്ക് വരാനും ഇത്തരത്തിലുള്ളൊരു ആശ്രമം ഉണ്ടെന്നും ധ്യാനലിംഗ, ദേവി ടെമ്പിൾ ഇങ്ങനത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജി പ്ലേസസ് ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങി. ആദിയോഗി ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ആളുകൾ ഇവിടെ വരില്ലായിരുന്നു. ഇപ്പം ഉണ്ട്. പ്രോബ്ലം ഈസ് ഇപ്പോൾ ആദിയോഗിയിൽ വരുന്ന ആൾക്കാരെ എങ്ങനെ നമുക്ക് ഉള്ളിലോട്ട് കൊണ്ടുവരണം, ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കണം നമുക്കറിയില്ല. ബട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ആളുകൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന അവരുടെ നമ്പേഴ്സ് വളരെയധികം ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അതായത് ഈശയുമായി ബന്ധപ്പെട്ട് സാധാരണ ആശ്രമങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട് കാണുമ്പോൾ പൊതുവേ യുവാക്കൾ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈശയിൽ അതൊരു വലിയൊരു സംഖ്യ ഉണ്ട്. എന്താണ് അതിന് കാരണം? അതെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചെറുപ്പക്കാരാണ്. എവറിബഡി ഈസ് യങ്സ്റ്റേഴ്സ്. എസ്പെഷ്യലി ആ 20 to 30 ഏജിൽ വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അതിലും കൂടുതൽ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ജോലി കഴിഞ്ഞ് ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു ടൈമിലാണ് ആളുകൾ ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത്. ഞാൻ കാണുന്ന ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, അൾട്ടിമേറ്റ്ലി എവരിബഡി വാണ്ട്സ് എ സർട്ടൺ ഹാപ്പിനെസ് ഇൻ ദെയർ ലൈഫ്. ആ ഒരു സന്തോഷം അവർക്കുള്ളിൽ വരണമെങ്കിൽ ഒരു ക്ലാരിറ്റി വേണം. ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആളുകൾക്ക് കൂടുതൽ സ്ഥിരതയും ആ സന്തോഷം കൊണ്ടുവരാൻ പറ്റും. ആ ക്ലാരിറ്റി കൊണ്ടുവരാനുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഞാൻ ഈശ യോഗ സെൻറ്ററിനെ കാണുന്നത്. കാരണം ഞാൻ ആ ഏജിലൂടെ കടന്നു പോയതാണ്. എനിക്ക് ക്ലാരിറ്റി വന്നത് ഞാൻ ധ്യാനലിംഗത്തിലിരുന്നുകൊണ്ടാണ്. അതർവൈസ് ഐ വുഡ് നെവർ ഹാവ് ഹാഡ് ദറ്റ് കൈൻഡ് ഓഫ് എ ക്ലാരിറ്റി. സോ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആൾക്കാർ പലരും ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം കഴിഞ്ഞു. സദ്ഗുരുവിൻ്റെ വേർഡ്സിലൂടെ കിട്ടുന്ന ക്ലാരിറ്റി, സദ്ഗുരു പറയുന്ന ഓരോ കാര്യങ്ങളും അത് അവർക്കുള്ളിൽ വരുത്തുന്ന ട്രാൻസ്ഫോർമേഷൻ, ഇത് കണ്ടിട്ടാണ് വരുന്നത്. ആരും എടുത്തുചാടി വരുന്നവരൊന്നുമല്ല. നോബഡി ഈസ് കമ്മിങ് സിംപ്ലി സദ്ഗുരു എന്ന് പറയുന്ന ആരോ ഒരാളുണ്ട്, അവരെന്നെ രക്ഷിക്കും, അങ്ങനെയൊന്നും പറഞ്ഞ് വരുന്നവരേ അല്ല. എല്ലാവരും ദേ ഹാവ് ടേക്കൺ ദെയർ ടൈം. ഓക്കെ, ഇന്നർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, അടുത്തൊരു ചുവടെടുത്തു, സദ്ഗുരു പറയുന്ന ഓരോ കാര്യങ്ങൾ അവർ കേൾക്കുന്നുണ്ട്. ആൻഡ് ദെൻ ദേ ഗെറ്റ് ടു നോ, ഓക്കെ, ഇഫ് വി സ്പെൻഡ് മോർ ടൈം ഇൻ ഈശ, ഇവിടെ വന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ലൈഫിൽ ഒരു അല്പം കൂടി ക്ലാരിറ്റിയും ബാലൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അവർക്ക് വീണ്ടും തിരിച്ചു പോകാം. ഇതിന് വേണ്ടിയിട്ടാണ് ഈ സാധനപാത അങ്ങനത്തെ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 6 to 7 months ഉള്ളൊരു പ്രോഗ്രാമാണ് സാധനപാത. എസ്പെഷ്യലി ടു ബ്രിങ് ക്ലാരിറ്റി ആൻഡ് ബാലൻസ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ലൈഫ്. കാരണം ആ ഒരു ക്ലാരിറ്റിയും ബാലൻസും വരികയാണെങ്കിൽ we can handle life very effortlessly. Life can be a very joyful process. So ഒരു 7 months ഇവിടെ വരിക, you do your sadhana, it's a free program. You do your sadhana, you do your seva,
ആൻഡ് ദെൻ വൺസ് യു അറ്റൈൻ ക്ലാരിറ്റി യു ഗോ ബാക്ക് ടു ദ ലൈഫ്. അവരിവിടെ തന്നെ വരണം എന്നുള്ളതല്ല. ഇവിടെ ഈശ യോഗ സെൻറ്റർ എന്ന് പറയുന്ന എല്ലാവരും ഇവിടെ വന്ന് ഫുൾ ടൈമായിട്ട് ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ചല്ല, എല്ലാവരും ആവണം എന്നുള്ളതിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ളതിനെ കുറിച്ചല്ല. ഇവിടെ വരിക, ഇവിടെ ഉള്ളത് എന്താണോ അത് അവരുടെ ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക, തിരിച്ചു കൊണ്ടുപോവുക. ഞാനിപ്പോൾ ഇവിടെ വന്ന അതായത് പൂർണ്ണാംഗ ആയവരെയും ഒക്കെ കണ്ടു, സംസാരിച്ചു. അതിൽ പലരും ഈ സോഷ്യൽ മീഡിയ വഴി, യൂട്യൂബ് വഴി സദ്ഗുരുവിൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് വന്നത്. അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഔട്ട്റീച്ച് എത്രത്തോളം ഉണ്ടായി? സോ അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് സദ്ഗുരുവിൻ്റെ വേർഡ്സ് ഇത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. സോ തുടക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് എല്ലാം വേർഡ് ഓഫ് മൗത്ത് ആയിരുന്നു. ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു, അങ്ങനെ അത് തുടർന്നുകൊണ്ടേയിരുന്നു. തുടക്കത്തിൽ 2015 വരെ, അതിൽ ഈവൻ 2016-17 വരേക്കും അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഈ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം ഇത്രയും പ്രബലമായിട്ട് വന്നതും സദ്ഗുരുവിൻ്റെ വേർഡ്സ് നമ്മൾ കറക്റ്റായിട്ട് ക്രാഫ്റ്റ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ സദ്ഗുരുവിൻ്റെ വേർഡ്സ് കേട്ടിട്ട് ആരാണ് സദ്ഗുരു, എന്താണ് സദ്ഗുരു ഓഫർ ചെയ്യുന്നത് സെർച്ച് ചെയ്ത് ആളുകൾ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലേക്കും അല്ലെങ്കിൽ ഈശ യോഗ സെൻറ്ററിലേക്ക് വരികയും അവർക്കത് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ തീർച്ചയായിട്ടും വലിയൊരു ടൂളാണ്. എസ്പെഷ്യലി സദ്ഗുരുവിനെ പോലെയുള്ള ഒരാൾ ഇത്രയും വലിയൊരു വിഷൻ വയ്ക്കുമ്പോൾ, 1 drop ഓഫ് സ്പിരിച്വാലിറ്റി ടു എവറി ഹ്യൂമൻ ബീങ്. സോ ഇത്തരത്തിലുള്ള ഒരു വലിയ വിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് തീർച്ചയായിട്ടും ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. സ്വാമിജി ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്, കേട്ടതും അതാണ്, ഞങ്ങളൊക്കെ കേട്ടതും, ഇന്നർ എഞ്ചിനീയറിംഗ് എന്താണത്? സോ ഇന്നർ എഞ്ചിനീയറിംഗ് അത് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പോയറ്റിക് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല. ഇന്നർ എഞ്ചിനീയറിംഗ്, എന്താണ് ഈ എഞ്ചിനീയറിംഗ്? സോ ജസ്റ്റ് ഒരു ജോക്കാണ്. ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ഇങ്ങനെ നമ്മൾ വെളിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ പോസ്റ്റേഴ്സും ബാനേഴ്സും എല്ലാം ആക്കുമ്പോൾ ഒരു കോൾ വന്നിട്ട് ചോദിച്ചു, ഈ എഞ്ചിനീയറിംഗ് കോഴ്സ് എത്ര വർഷമുള്ള കോഴ്സാണെന്ന് ചോദിച്ചു. സോ ഇത് ഔട്ട്സൈഡ് എഞ്ചിനീയറിംഗ് അല്ല, ഇത് ഇന്നർ എഞ്ചിനീയറിംഗ് ആണെന്നുള്ള അവർക്ക് മനസ്സിലായില്ല. സോ ഫോർ ദം എല്ലാം എഞ്ചിനീയറിംഗ് ആണ്, ഔട്ട്സൈഡ് ആയാലും ഇൻസൈഡ് ആയാലും എല്ലാവരും ഇന്നർ എഞ്ചിനീയറിംഗ് ഒരു എഞ്ചിനീയറിംഗ് കോഴ്സാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നമുക്ക് വെളിയിൽ പുറമേയുള്ള ലോകത്തിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. അതിനാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ബാഹ്യമായ ലോകത്തെ നമുക്ക് എങ്ങനെ വേണമോ അങ്ങനെ മാറ്റിയെടുക്കുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് എക്സ്റ്റേണൽ എഞ്ചിനീയറിംഗ്. അതേപോലെ തന്നെ നമ്മുടെ ആന്തരികതയും നമുക്ക് വേണ്ട വിധത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും. അതിനെയാണ് ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ക്യാമറയുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിപ്പം കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നമുക്ക് പുറമേയുള്ള അന്തരീക്ഷത്തിന് മേൽ ഒരല്പം നിയന്ത്രണമുണ്ട്. പക്ഷെ നമ്മുടെ ആന്തരികമായ അന്തരീക്ഷം എങ്ങനെയാണ്? ആന്തരികമായ അന്തരീക്ഷം ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ താറുമാറായിരിക്കുകയാണ്. യെസ്. സോ ആന്തരികമായ അന്തരീക്ഷം താറുമാറായിരിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ ഇരുന്നിട്ടും കാര്യമില്ല. മേ ബി ഒരു എയർ കണ്ടീഷൻ റൂമിലായാലും അല്ലെങ്കിൽ വീട്ടിനകത്തായാലും എവിടെ ഇരുന്നാലും അതുകൊണ്ട് യാതൊരു കാര്യമില്ല. സോ ആന്തരികമായ അന്തരീക്ഷത്തെ കൂടി കൈകാര്യം ചെയ്യാൻ പറ്റത്തൊരു ടെക്നോളജി, ഇതിനെയാണ് നമ്മൾ യോഗ ആ ഒരു ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും ആളുകൾക്ക് ഓഫർ ചെയ്യുകയും ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ശാംഭവി മഹാമുദ്ര എന്ന് പറഞ്ഞൊരു ക്രിയയാണ്. സോ ഒരു ക്രിയയാണ് പഠിപ്പിക്കുന്നതെങ്കിലും ലൈഫിൻ്റെ എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ചും സദ്ഗുരു ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് വെച്ചാൽ ഇത് ക്രിയയെക്കുറിച്ച് മാത്രമല്ല. കാരണം നമ്മളൊരു ക്രിയ പഠിപ്പിക്കുകയാണെങ്കിലും അതിലൊരു എക്സ്പീരിയൻസ് കിട്ടുമെങ്കിലും ലൈഫിൻ്റെ എല്ലാ ആസ്പെക്റ്റിനെയും നമ്മൾ കവർ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ഓവറോൾ വെൽബീയിങ് ഒരിക്കലും നടക്കില്ല. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാറ് നമുക്കുണ്ടെങ്കിൽ കാറിന് 4 ചക്രങ്ങളുണ്ട്. സോ ഈ 4 ചക്രങ്ങളും ഒരേ ദിശയിൽ പോവുകയാണെങ്കിൽ മാത്രമേ കാർ മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ 2 ചക്രങ്ങൾ മുന്നോട്ടും 2 ചക്രം പിറകിലോട്ടും പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാർ ഒരിക്കലും ഓടാൻ പോകുന്നില്ല. സോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യഘടനയും. 4 ചക്രങ്ങളുണ്ട്. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഊർജ്ജം. ഈ 4 കാര്യങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ലൈഫ് ക്യാൻ ബിക്കം വെരി എഫേർട്ട്ലെസ്. ഇറ്റ് ക്യാൻ ബിക്കം വെരി വെരി എഫേർട്ട്ലെസ്. സോ ആ ഒരു എഫേർട്ട്ലെസ്നെസ്, ആ ഒരു പ്രോസസ്സിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇന്നർ എഞ്ചിനീയറിംഗ്. സോ ഞാൻ പറഞ്ഞതുപോലെ ഊർജ്ജത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ക്രിയ പഠിപ്പിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളൊരു വളരെ സിമ്പിളായിട്ടുള്ള പ്രിപ്പറേറ്ററി പ്രാക്ടീസസ്, ഹഠയോഗയുടെ ചില പ്രിപ്പറേഷൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സോ ദാറ്റ് ബോഡി ബിക്കംസ് മോർ കംഫർട്ടബിൾ. കാരണം നമ്മൾ എത്ര ക്രിയ പഠിക്കുകയാണെങ്കിലും ശരീരം കംഫർട്ടബിൾ ആയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ മാനസികവും നമ്മുടെ വൈകാരികവുമായ തലങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചില ടൂൾസും കൂടെയുണ്ട്. സോ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്.
ഈ 10 വർഷമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നർ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ കോഴ്സുകളിൽ ഇടപെടുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് കേരളത്തിൽ നിന്നുള്ള എന്താണ് അവസ്ഥ? ഈ ഒരു ഇഷയുടെ ഇന്നർ എഞ്ചിനീയറിംഗ് കോഴ്സുമായി ബന്ധപ്പെട്ട് എന്താണ് ആളുകളുടെ ഒരു പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ 2015 തോന്നുന്നു ആദ്യത്തെ ക്ലാസ് എടുത്തത്. സോ അതിനുശേഷം തുടർച്ചയായിട്ട് ആ കോവിഡ് ടൈം ഒഴിച്ച് ബാക്കി എല്ലാ മാസവും പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് 2.5-3 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ ആഴ്ചയും ക്ലാസ് നടക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദി വീക്സ്. ഇപ്പോൾ ഒരു 3 മാസം നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 8-9 ക്ലാസ്സോ അല്ലെങ്കിൽ ഈവൻ 10 ക്ലാസ്സെങ്കിലും ഞാൻ നടക്കുന്നുണ്ടാവും. ഇൻ ബിറ്റ്വീൻ 1-2 ആഴ്ച മാത്രമേ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കാരണം എനിക്ക് മിസ്സാവാറുള്ളൂ. സോ പ്രോഗ്രാംസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ലോങ്ങിങ് ഫോർ ഇറ്റ്. ലൈഫിൽ എന്തോ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് മാത്രമല്ല, ഞാനിതിപ്പോൾ എങ്ങനെ നോക്കുന്നു എന്ന് വെച്ചാൽ, എല്ലാവർക്കും ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മുടെ ആന്തരികതയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആര് വരുന്നു എന്ന് വെച്ചാൽ, ആ ഒരു ലോങ്ങിങ് എപ്പോൾ തീവ്രമാകുന്നു അപ്പോൾ മാത്രമേ ആളുകൾ പ്രോഗ്രാമിലേക്ക് വരുന്നുള്ളൂ. മേ ബി ഒരു വൈഫ് ചെയ്തു ഹസ്ബൻഡിനെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ മകൻ ചെയ്തു അമ്മയെ കൊണ്ടുവരുന്നു, അങ്ങനെ നടക്കുന്നുണ്ടാവും. പക്ഷെ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു ലോങ്ങിങ് തീവ്രമാകുമ്പോൾ മാത്രമേ ആളുകൾ വരാറുള്ളൂ. അല്ലാത്തവർക്കും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആ ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള ആ ഒരു വൈമനസ്യം, ആ ഒരു ഹെസിറ്റേഷൻ അവിടെയുണ്ട്, ഒരു മടിയുണ്ട്. ആ മടി കാരണം ആളുകൾ വരുന്നില്ല. പ്രോഗ്രാമിന് വരുന്ന ആളുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഡേ അവരെങ്ങനെയാണോ വരുന്നത്, 7th day ഹൗ ദേ ഗോ ആഫ്റ്റർ ദ പ്രോഗ്രാം, എ ഹോൾ ലോട്ട് ഓഫ് ചേഞ്ച് വി ആർ സീയിങ്. അതുകൊണ്ടാണ് എല്ലാ ആഴ്ചയും പ്രോഗ്രാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിട്ടുള്ളത്. ബിക്കോസ് ജസ്റ്റ് ഒരു 7 days നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് വി ആർ ഓൾ വോളണ്ടിയേഴ്സ് ഹിയർ. സോ നമുക്ക് ഇതൊരു ഡ്യൂട്ടി പോലെയല്ല, ആരെങ്കിലും അസൈൻ ചെയ്തതല്ല, ഇത് ചെയ്താലേ പറ്റൂ, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ഇത് ആളുകൾക്കുള്ളിൽ ആ മാറ്റം കാണുമ്പോൾ ഇത് കൂടുതൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംതൃപ്തി, ദർ ഇസ് എ സർട്ടൺ സാറ്റിസ്ഫാക്ഷൻ ഇൻ വാട്ട് യു ആർ ഡൂയിങ്, ആൻഡ് യു ഫീൽ ലൈക്ക് ഓക്കെ, ദിസ് ഈസ് വാട്ട് യു വാണ്ട് ടു ഡു ഇൻ ലൈഫ്, ബിക്കോസ് യു ആർ ബ്രിങ്ങിങ് എ ചേഞ്ച് ഓർ എ ട്രാൻസ്ഫോർമേഷൻ ഇൻ പീപ്പിൾസ് ലൈഫ്. സോ ആ ഒരു വ്യത്യാസം നമ്മളെപ്പോഴും പ്രോഗ്രാമിന് വരുമ്പോൾ കാണാറുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ ആളുകളെ കാണുമ്പോൾ ആ ഒരു ലോങ്ങിങ് ഉള്ള ആളുകൾ തീർച്ചയായിട്ടും അവർ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു 10 years ഞാൻ കണ്ടിട്ടുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ്, ആളുകളുടെ ആ ഒരു വരുന്ന ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഒരു 10 വർഷം മുമ്പ് ഞാൻ ഒരു പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ ഒരു 100 പേര് പ്രോഗ്രാമിനുണ്ടെങ്കിൽ മേ ബി ഒരു 1-2 പേർക്ക് ഒരല്പം സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഉണ്ടെന്ന് പറയും, എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു 10-15 പേർക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ അത് അവർ ഓപ്പണായിട്ട് പറയുകയും ചെയ്യും. സോ അതൊരു വലിയൊരു വ്യത്യാസമാണ് സമൂഹത്തിൽ ഞാൻ കാണുന്നത്. ബിക്കോസ് ഇത്രയും ആളുകൾ ജസ്റ്റ് ഒരു 10 years ടൈമിൽ ആളുകളുടെ പേഴ്സൻറ്റേജ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ 10 വർഷമായിട്ട് നിരന്തരമായിട്ട് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് ഡ്രാസ്റ്റിക്കായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഹൗ ഇറ്റ് വാസ് 10 years ബാക്ക് ആൻഡ് ഇപ്പോൾ ഉള്ളതും. ഇൻ ടേംസ് ഓഫ് മെൻ്റൽ സ്റ്റെബിലിറ്റി പീപ്പിൾ ആർ സ്ട്രഗ്ലിംഗ് ലൈക്ക് എനിത്തിങ്. അത് വളരെയധികം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുള്ള സമയത്ത് നമുക്ക് കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ പേരിലേക്ക് എത്തേണ്ടതല്ലേ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ആഴ്ചയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാരത്തോൺ പോലെ എപ്പോഴെങ്കിലും ഒരു വീക്ക് ഏതെങ്കിലും ഒരു ആഴ്ച കിട്ടുകയാണെങ്കിൽ ആ ആഴ്ചയും പ്രോഗ്രാം നടക്കണം. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രോഗ്രാമിനുള്ള പല വി ഹാവ് അവർ ഓൺ ലിമിറ്റേഷൻസ് ഇൻ കണ്ടക്ടിങ് മോർ ആൻഡ് മോർ പ്രോഗ്രാംസ്. ആളുകളിലേക്ക് എത്തിക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസിനെയും താണ്ടി പ്രോഗ്രാംസ് മാക്സിമം നടന്നുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് എബോവ് ഓൾ ഇപ്പോൾ സദ്ഗുരുവും ഇന്നർ എഞ്ചിനീയറിംഗ് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ഇന്നർ എഞ്ചിനീയറിംഗിന് പ്രോഗ്രാം 7 days കമ്മിറ്റ്മെൻറ്റ് വേണം, ഡെയിലി 3 hours അവർ വന്നിരിക്കണം, അങ്ങനെ പല കമ്മിറ്റ്മെൻറ്റ്സ് കാരണം ആളുകൾക്ക് വരാൻ പറ്റിയില്ലെന്നിരിക്കും. ഇപ്പോൾ ഓൺലൈനിലും ഇന്നർ എഞ്ചിനീയറിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പല ഫ്രീ പ്രോഗ്രാംസ് ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ തന്നെ ഓഫർ ചെയ്യുന്നുണ്ട്, മിറക്കിൾ ഓഫ് മൈൻഡ്. സോ അത് അവർക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഫ്രീ ആയിട്ട് അവർക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇറ്റ്സ് എ ഗൈഡഡ് പ്രോസസ്സ്. സോ ആ ഒരു മിറക്കിൾ ഓഫ് മൈൻഡ് നമ്മുടെ മനസ്സിനെ ഒരല്പം ശാന്തമാക്കാനും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ എ ബിഗ് വേ. ആ ഒരു പീസ്ഫുൾനെസ് നമുക്കുള്ളിൽ കൊണ്ടുവരാൻ സഹായിക്കും. സോ ദാറ്റ് വേ ലോട്ട് ഓഫ് ടൂൾസ് ആർ കമ്മിങ്. ഇഷ യോഗാസനെ പറ്റിയും പ്രവർത്തനങ്ങളെ പറ്റിയും നമുക്ക് പറയാൻ ഈ ഒരു സമയമൊന്നും പോരാ, ഒരുപാട് സമയം ആവശ്യമുണ്ട്. എങ്കിലും ചുരുക്കി
ആദിയോഗി നമ്മുടെ ആ പ്രതിമ, ഒപ്പം തന്നെ ആ ദർശനം, ഇത് കഴിഞ്ഞിട്ട് ഇതിനപ്പുറം ഈശായോഗ സെൻറ്ററിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഒന്ന് ചുരുക്കി നമ്മുടെ മലയാളികൾക്കും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പറയുമെങ്കിൽ നന്നായിരുന്നു. സോ ആദിയോഗി എന്ന് പറയുന്നത് ഈശായോഗ സെൻറ്ററിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മാത്രമാണ്. സോ ആദിയോഗി സ്റ്റാച്യു, അവിടെയുള്ള ആ ഒരു ആദിയോഗി ദിവ്യദർശനം, അതൊരു ശിവൻ്റെ ഒരു കഥ പറയുന്നു, ഹൗ യോഗ സ്റ്റാർട്ടഡ്. നമ്മളിവിടെ മഹാദേവ അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്നത് ഒരു ദൈവമായിട്ടല്ല ആ ഒരു യോഗി കൾച്ചറിൽ കണക്കാക്കുന്നത്. പക്ഷേ യോഗ ആദ്യമായി ആളുകളിലേക്ക് എത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് ആദിയോഗി. അതുകൊണ്ടാണ് ആദിയോഗി എന്ന് വിളിക്കുന്നത്, ആദിത്യ യോഗി. സോ ദാറ്റ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ. സോ നമ്മൾ ആദിയോഗി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു തീർത്ഥയാത്ര പോവുകയാണെങ്കിലും ഒരു പുണ്യസ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ടെമ്പിളിലേക്ക്, ഒരു കോൺസെക്രേറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസിലേക്ക്, ഒരു പവർഫുൾ സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം എപ്പോഴും നമ്മുടെ പരമ്പരാഗതമായിട്ട് എപ്പോഴും ഉള്ളൊരു കാര്യം നമ്മൾ ആദ്യം കുളിക്കണം എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തീർത്ഥകുണ്ടമുള്ളത്. സോ തീർത്ഥകുണ്ടം 2 സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ടാണുള്ളത്. സോ ആദ്യം വരുമ്പോൾ തന്നെ കുളിക്കാനുള്ളൊരു സ്ഥലമുണ്ട്, ഒരു കോൺസെക്രേറ്റഡ് വാട്ടർ. ആ ഒരു കോൺസെക്രേറ്റഡ് സ്പേസിൽ ഒരു സോൾഡിഫൈഡ് ലിംഗയാണ് അതിനകത്തുള്ളത്. സോ അത് ആ ഒരു സ്പേസിൽ നമ്മൾ കുളിക്കുന്നത് തന്നെ പെട്ടെന്ന് നമുക്കുള്ളൊരു ഉന്മേഷം തോന്നും. സഡൻലി യു ഫീൽ മച്ച് റിഫ്രഷ്ഡ്. തോന്നിയായിരുന്നു? തീർച്ചയായിട്ടും. സോ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഇവിടെ ആശ്രം വിസിറ്റിനൊക്കെ വരുന്ന ആൾക്കാർ രാത്രി ഉറങ്ങാണ്ട് ബസ്സിൽ കയറുന്ന വളരെ ബുദ്ധിമുട്ടി ഒരല്പം നീരസത്തോടു കൂടിയായിരിക്കും വരുന്നത്. നമ്മൾ ആദ്യം അവരെ പറഞ്ഞു വിടുന്നത് തീർത്ഥകുണ്ടത്തിലേക്കായിരിക്കും. തീർത്ഥകുണ്ടത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ അവർ വരുമ്പോൾ അവർ എല്ലാവരും പ്ലസൻ്റ് ആവും. ദേ ഫീൽ മച്ച് എനർജറ്റിക് ആൻഡ് ദേ ഫീൽ മച്ച് യങ്ങർ ഓൾസോ. സോ തീർത്ഥകുണ്ടത്തിൽ കുളിച്ചതിന് ശേഷമാണ് നമ്മൾ കോൺസെക്രേറ്റഡ് സ്പേസ്, 2 ടെമ്പിൾസാണുള്ളത്. ഒന്ന് ലിംഗഭൈരവി ദേവി ടെമ്പിൾ ആൻഡ് അതിനുശേഷം ധ്യാനലിംഗ ടെമ്പിൾ. സോ ഈ 2 സ്പേസിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ഈ ഒരു പ്രിപ്പറേഷനാണ് തീർത്ഥകുണ്ടം എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മളൊരു വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വീകാര്യക്ഷമത, നമ്മുടെ റിസെപ്റ്റിവിറ്റി ഒരുപാട് വർദ്ധിക്കും. സോ അതിനുശേഷം ആദ്യം നമ്മൾ ഒരു പ്രദക്ഷിണമായിട്ട് ധ്യാനലിംഗത്തിന് ചുറ്റും പോകുമ്പോൾ ദേവി ടെമ്പിളുണ്ട്, ലിംഗഭൈരവി ദേവി ടെമ്പിൾ. സോ ലിംഗഭൈരവി ദേവി ടെമ്പിൾ മോർ ഓഫ് എ ഫെമിനൈൻ എനർജി, വളരെ പവർഫുള്ളായിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. ഒരു റോ എനർജിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അകത്ത് കയറുമ്പോൾ മുഖത്തടിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. നമുക്കത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ആ ഒരു എനർജി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ ദേവി ടെമ്പിളിൽ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ലേഡീസ് മാത്രമാണ് പൂജ ചെയ്യുന്നത്. സോ എൻ്റെ ടെമ്പിൾ, ദേവി ടെമ്പിൾ ഈസ് ടേക്കൺ കെയർ ബൈ ലേഡീസ് ഓൺലി. ജെൻസിൽ അവിടെ പുരുഷന്മാർക്ക് അവിടെ യാതൊരു സ്ഥാനവും ഇല്ല. സോ എല്ലാം ലേഡീസ് തന്നെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. പൂജയായാലും അവിടുത്തെ ക്ലീനിങ് ആയാലും എല്ലാ ആസ്പെക്ട്സും ലേഡീസ് തന്നെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. സോ ദേവി ടെമ്പിൾ മോർ ടുവേർഡ്സ് യുവർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് എന്ന് പറയാം. മെറ്റീരിയൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് ദേവി ടെമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈശായോഗ സെൻറ്ററിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത്. ഇതിനെയാണ് ധ്യാനലിംഗം എന്ന് പറയുന്നത്. സദ്ഗുരു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ധ്യാനലിംഗം പ്രതിഷ്ഠ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്രയും അതുല്യമായിട്ടുള്ളൊരു പ്രതിഷ്ഠ, ഒരു പ്രാണപ്രതിഷ്ഠയാണ് ധ്യാനലിംഗം നിർമ്മിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. അത് ധ്യാനലിംഗത്തിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ യുണീക്കാണ്. ആ ഡോം നോക്കിക്കഴിഞ്ഞാൽ അതിൽ സിമൻറ്റോ അങ്ങനത്തെ യാതൊരു സ്റ്റീലോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ബ്രിക്ക് ആൻഡ് ലൈം മാത്രം ഉപയോഗിച്ചാണ് ആ ഡോം എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ഓർഗാനിക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. സോ ധ്യാനലിംഗം അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളവിടെ പൂജയോ അല്ലെങ്കിൽ ആരാധനയോ അല്ലെങ്കിൽ ഒന്നും തന്നെയില്ല, മന്ത്രങ്ങളോ ഒന്നും തന്നെയില്ല. വെറുതെ നിശബ്ദരായിരിക്കുക. വെറുതെ കണ്ണുകളടച്ച് നിശബ്ദമായി ഇരുന്നാൽ തന്നെ ധ്യാനം എന്താണോ അത് സ്വാഭാവികമായി നമുക്കുള്ളിൽ സംഭവിക്കും. ഇതാണ് ധ്യാനലിംഗത്തിൻ്റെ ആ ഒരു ഊർജ്ജത്തിൻ്റെ ആ ഒരു പ്രഭാവം എന്ന് പറയുന്നത്. നമ്മളവിടെ ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമില്ല, അത് നമുക്കുള്ളിൽ സ്വാഭാവികമായി നടക്കേണ്ട ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് എ സെർട്ടൻ വേ ഓഫ് ബീയിങ് ആക്ച്വലി വിത്തിൻ അവർ സെൽസ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും മെഡിറ്റേഷൻ ആവില്ല. സോ ആ ഒരു എനർജി സ്പേസിലിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ധ്യാനാവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു സ്പേസാണ്. പക്ഷേ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു സ്പേസ് ആണെങ്കിലും അത് വളരെ സട്ടിലായിട്ടുള്ളൊരു എനർജിയാണ്. പെട്ടെന്ന് ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് ഒരാൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഒന്നുമില്ലല്ലോ എന്ന് തോന്നും. വെറുതെ കണ്ണടച്ചിരിക്കണം എന്നിട്ട് പോകണമെന്ന് തോന്നും. എന്തിനാണ് ഇത്രയും വളരെ സ്ട്രിക്റ്റായിട്ട് കണ്ണടച്ചിരിക്കേണ്ടതെന്ന് തോന്നിയേക്കാം. അങ്ങനെ തോന്നിയേക്കാം.
കാരണം അത് ഒരല്പം സൂക്ഷ്മമായിട്ടുള്ളൊരു ഊർജ്ജമാണ്. പക്ഷെ നമ്മളവിടെ കൂടുതൽ സമയം ചിലവഴിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ചേഞ്ച് മെനി തിങ്സ് വിത്തിൻ യു. ദാറ്റ് ഈസ് ഹൗ മൈ എക്സ്പീരിയൻസ് ഹാസ് ബീൻ. വെറുതെ കണ്ണുകളടച്ചിരുന്നാൽ തന്നെ എന്താണ് സംഭവിക്കേണ്ടത് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഇറ്റ് ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് എ സ്പേസ്. സോ ധ്യാനലിംഗം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ആശ്രമത്തിനകത്തേക്ക് റെസിഡൻഷ്യൽ ഏരിയയിലായിട്ടുള്ള സ്പേസ്. സോ ഈ പറഞ്ഞ ആദിയോഗി, തീർത്ഥകുണ്ഡം, ധ്യാനലിംഗ, ലിംഗഭൈരവി ഇവിടെ എല്ലാവർക്കും ആക്സസിബിളാണ്. രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ പബ്ലിക്കായാലും ആശ്രമത്തിലുള്ളവർക്കായാലും ആർക്ക് വേണമെങ്കിൽ ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്പേസാണ്. സോ അതിന് ശേഷം ഉള്ളിലേക്ക് പോകുമ്പോഴാണ് റെസിഡൻഷ്യൽ ഏരിയ. ഇവിടെ പബ്ലിക്കിന് അലൗഡ് അല്ല, കാരണം അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവർക്കും അവിടെ വരുന്ന വോളണ്ടിയേഴ്സിനും വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ ആശ്രമം എന്ന് പറയുന്ന ആ ഒരു ഭാഗം. സോ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരുപാട് റെസിഡൻഷ്യൽ സ്പേസസ്, ബിൽഡിങ്സ് ഉണ്ട്. ആളുകൾ താമസിക്കാനുള്ളൊരു സ്പേസാണ്. കാരണം 2500 മുതൽ 3000-ഓളം ആൾക്കാർ ദിവസവും ഇവിടെ ഉണ്ടാവും എപ്പോഴും. അറ്റ്ലീസ്റ്റ് ഒരു 2000 വോളണ്ടിയേഴ്സ് എപ്പോഴും ഇവിടെ ഉണ്ടാവും. പിന്നെ ഡെയിലി പോയിട്ട് വരുന്ന ആൾക്കാർ ഒരു 500 to 1000 പീപ്പിൾ ഉണ്ടാവും. ഷോർട്ട് ടേം വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രോഗ്രാംസ്, അഡ്വാൻസ് പ്രോഗ്രാംസിന് അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാരെല്ലാം വന്നും പോയിക്കൊണ്ടേയിരിക്കും. സോ അങ്ങനെ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഒരു 3000 പീപ്പിൾ എപ്പോഴും ഈശായോഗ സെൻറ്ററിലുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള താമസിക്കാനുള്ള സ്ഥലം, അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. കാരണം എല്ലാവരും സെപ്പറേറ്റ് ഒന്നും കുക്ക് ചെയ്യാറില്ല. നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസാണുള്ളത്. അക്ഷയ എന്ന് പറയും. നമ്മുടെ കിച്ചണിനെ അക്ഷയ എന്നാണ് പറയുന്നത്. അവിടെയാണ് എല്ലാവർക്കും വേണ്ടി, ആശ്രമത്തിൽ എല്ലാവർക്കും വേണ്ടി കുക്ക് ചെയ്യുന്നത്. ആൻഡ് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലമുണ്ട്. നമ്മുടെ ഡൈനിങ് ഹാളിനെ ഭിക്ഷ ഹാൾ എന്ന് പറയും. കാരണം ആശ്രമം ആയതുകൊണ്ട് ഇതൊരു ഭിക്ഷയാണ്, ഭിക്ഷയായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. സോ ഭിക്ഷ ഹാളിൽ വന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാം. ആൻഡ് ഇവിടുത്തെ ദിനചര്യ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇവിടെ ഒരു യോഗ സെൻ്ററാണെന്ന് പറയുമ്പോൾ തന്നെ അറിയാം, യോഗയാണ് മെയിനായിട്ടുള്ള ഒരു പ്രവൃത്തി. സോ രാവിലെ എല്ലാവർക്കും യോഗ സാധനയുണ്ട്. സോ രാവിലെ 5:30 ഗുരുപൂജയ്ക്ക് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. സോ 4:30-5 മണിയാകുമ്പോൾ എല്ലാവരെയും എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എഴുന്നേൽപ്പിച്ച് വിടും. സോ 5:30 എല്ലാവരും ഷാർപ്പായിട്ട് ഗുരുപൂജ അറ്റൻഡ് ചെയ്യണം. ഗുരുപൂജ അറ്റൻഡ് ചെയ്തതിന് ശേഷം സാധന, എല്ലാവർക്കും അവരവരുടെ സാധന പ്രാക്ടീസസ് ചെയ്യാം. ഇപ്പോൾ ഇന്നർ എഞ്ചിനീയറിംഗ് ചെയ്തവരാണെങ്കിൽ ശാംഭവി മഹാമുദ്ര അവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ പല അഡ്വാൻസ് പ്രോഗ്രാം ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ എക്സ്ട്രാ സാധനം എല്ലാം ഉണ്ടാവും. അതവർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഒരു 8:30-9 o'clock ആകുമ്പം അവരുടെ ആക്ടിവിറ്റീസ് എന്താണോ അവർക്ക് അവരവരുടെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും. ഇപ്പോൾ ജനറൽ വോളണ്ടിയറിങ് വരുന്നവർക്കാണെങ്കിൽ ആ ഒരു ടൈമിൽ എന്തെങ്കിലും ആ ഒരു ദിവസത്തെ ഒരു ആക്ടിവിറ്റി ഇവിടെ ആശ്രമത്തിൽ നിന്ന് കൊടുക്കും. സോ ദേ ക്യാൻ ബി ഇൻവോൾവ് ഇൻ ദ സേവ. ഇവിടെ ഭക്ഷണം 2 നേരമാണ്. സോ 3-4 നേരം ഭക്ഷണം ഇവിടെ ആശ്രമത്തിലില്ല. സോ രാവിലെ 10 മണിക്ക് നമ്മുടെ ആദ്യത്തെ ഭക്ഷണമാണ്. സോ അതിനെ ബ്രഞ്ച് എന്ന് പറയും. സോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ബ്രഞ്ചാണ് രാവിലെ 10 മണിക്ക്. ആൻഡ് വൈകുന്നേരം 2ാമത്തെ ഭക്ഷണം ഡിന്നർ. സോ ഇത് രണ്ടും മാത്രമാണ് നമുക്ക് ഭക്ഷണമായിട്ടുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് ആർക്കെങ്കിലും ഒരുപാട് വിശക്കുന്നുണ്ടെങ്കിൽ ജ്യൂസ് ഉണ്ടാവും, ജ്യൂസ് കുടിക്കാം. സോ ഇതാണൊരു ദിനചര്യയായിട്ട് നോക്കുമ്പോൾ. ആൻഡ് ഈവനിങ് അഗെയിൻ സാധന ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി. പിന്നെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ആയതുകൊണ്ട് തന്നെ ഗെയിംസ് ഉണ്ടാവും. ഈവനിങ് ടൈമിൽ ഗെയിംസ്, അങ്ങനെ പല പല എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടാവും. പലരും വാക്കിംഗ്, എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. യോഗയുടെ കൂടെ തന്നെ പല എക്സ്ട്രാ ആക്ടിവിറ്റീസും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇവിടെ സിലമ്പം പഠിപ്പിക്കുന്നുണ്ട്, കളരി പഠിപ്പിക്കുന്നുണ്ട്. സോ അങ്ങനെ സ്വിമ്മിങ് ഉണ്ട്. സോ അങ്ങനെ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. അവരവരുടെ ശാരീരികമായിട്ടുള്ള ആ ഒരു നീഡ് അനുസരിച്ച് അവർക്ക് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാം. കേരളമാണല്ലോ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എന്താണ് കേരളത്തിൽ നിന്നും ഈശ പ്രതീക്ഷിക്കുന്നത്? കേരളത്തിൽ നിന്നും എന്താണ് ഈശ പ്രതീക്ഷിക്കുന്നത്? അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ആത്മീയതയുടെ ഒരു തുള്ളിയെങ്കിലും എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ കേരളത്തിലേക്കും നമുക്കത് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഭാവിയിലേക്കുള്ള ഒരു പരിപാടികളും ഇതിനൊപ്പമാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭാവിയിലേക്കുള്ളൊരു പരിപാടി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു തുള്ളി ആത്മീയത എല്ലാവരിലേക്കും എത്തിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. സോ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പം എല്ലാവരും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പക്ഷേ ആ പാർട്ടിസിപ്പേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അറിയാം, ഒരു 7 ദിവസത്തെ ആളുകളുടെ കമ്മിറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. സോ ഡെഫിനറ്റ്ലി അവർ ഡിസയർ ഈസ് as many people as possible sit with their eyes closed and start their day with a meditation. ഒരു ധ്യാനത്തോടു കൂടി അവരുടെ ലൈഫ് ആ ഒരു ഡേ ആരംഭിച്ചു കഴിഞ്ഞാൽ how they spend their whole 24 hours, the quality of life will be very different. അവർ ജീവിക്കുന്ന രീതിയുടെ ആ ഒരു നിലവാരം തന്നെ വളരെ വളരെ വ്യത്യസ്തമായിരിക്കും. ലൈഫ് ക്യാൻ ബിക്കം മച്ച് മോർ പീസ്ഫുൾ, മച്ച് മോർ ജോയ്ഫുൾ. ഒരു ഐഡിയൽ സിറ്റുവേഷനെ കുറിച്ചല്ല പറയുന്നത്, പക്ഷേ അവരിപ്പോൾ എവിടെയാണോ ഉള്ളത് ഒരു അടുത്ത ചുവട് എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
തീർച്ചയായിട്ടും കൂടുതൽ അതിലേക്ക് ആഴത്തിൽ പോകാൻ പറ്റുകയാണെങ്കിൽ, അത് കൂടുതൽ നമുക്കുള്ളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്, പക്ഷേ എത്രത്തോളം ഇൻറ്റൻസായിട്ട് അത് നമുക്കുള്ളിൽ കൊണ്ടുവരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. ആ ഒരു നിലയിലേക്ക് നമുക്ക് വരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചല്ല. ഇപ്പോൾ ഒരു ഹിമാലയത്തിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഈശ യോഗ സെൻറ്ററിൽ വന്നതുകൊണ്ടോ ലൈഫിൽ മാറ്റം വരണം എന്നില്ല. പക്ഷേ നമ്മളത് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. സോ ഈവൻ സിറ്റീസിൽ നമ്മൾ പോകുന്നുണ്ട്, ഇവിടെ ഉള്ള കാര്യം തന്നെയാണ് അവിടെയും പഠിപ്പിക്കുന്നത്. അതവർക്ക് ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി ലൈഫ് ആ ഒരു ഡേ അതോടുകൂടി ആരംഭിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് ഡിഫറൻസ് വിൽ ബി ഇൻ ദയർ ലൈഫ്. സോ ഇതെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ജീവിതം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നത്, അതായത് ജനറേഷൻ ഗ്യാപ്പ് തന്നെ വളരെ വലുതാകുന്നൊരു കാലഘട്ടമാണ് കടന്നു പോകുന്നത്. അതിനൊപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ മനുഷ്യർ നേരിടുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും അങ്ങ് കേരളമാണ് നോക്കുന്നത്, കേരളത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ. ഇഷയുടെ ഈ പ്രവർത്തനങ്ങൾ, അതായത് ഒരു തുള്ളി ആത്മീയത എല്ലാവരിലേക്കും അത്രയും എത്തുന്ന രീതിയിലേക്ക് മാറട്ടെ. ആത്മീയതയിലേക്ക് കേരളത്തെ ആത്മീയത വാരി പുണരട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. നന്ദി.